നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുണ്യ ദിവസങ്ങളിൽ നമ്മൾ വ്രതങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പുണ്യ ദിവസങ്ങളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും വളരെ നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിന് ഇതിലൂടെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ധനവരവും വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും നാൾക്കുനാൾ വർദ്ധിക്കുവാൻ ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ടതും ചെയ്യേണ്ടതുമായ ദാനധർമ്മങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒന്നാമതായി, മകരസംക്രാന്തി, നവരാത്രി തുടങ്ങിയ ഉത്സവങ്ങളിൽ ഭക്ഷണം ദാനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അതിജീവനത്തിന് ഭക്ഷണം അത്യന്താപേക്ഷിതമാണ്. അതിനാൽ തന്നെ ആവശ്യമുള്ളവർക്ക് കൃത്യമായ രീതിയിൽ ഭക്ഷണ സാധനങ്ങൾ ദാനം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ അഭിവൃദ്ധി വർദ്ധിക്കുകയും അന്നപൂർണേശ്വരി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹം ഉണ്ടാകുന്നതുമാണ്. ഇതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാതാകുന്നതാണ്. മാത്രമല്ല, ഇങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ വരും തലമുറയ്ക്കും ജീവിച്ചു പോകുവാൻ വേണ്ടത്ര സമ്പാദ്യം അല്ലെങ്കിൽ സമ്പത്ത് വന്നു ചേരുവാൻ ഇത് സഹായകമാകുന്നതുമാണ്. ഭക്ഷണം ദാനം ചെയ്യുമ്പോൾ പാചകം ചെയ്ത ഭക്ഷണം, ധാന്യങ്ങളും അതുപോലെ പയറുവർഗ്ഗങ്ങൾ, പഴങ്ങളും പച്ചക്കറികളും മധുര പലഹാരങ്ങളും എന്നിവ ദാനം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കൂടുതൽ ഗുണഫലങ്ങൾ വന്നു ചേരുന്നതാണ്. ഇനി രണ്ടാമതായി, അർഹതയുള്ളവർക്ക് ആവശ്യത്തിന് വസ്ത്രങ്ങൾ നൽകുന്നത് വളരെ നല്ല പുണ്യപ്രവൃത്തിയാണ്. നല്ല പുത്തൻ വസ്ത്രങ്ങൾ നൽകുന്നതോ അല്ലെങ്കിൽ കീറിയതും പഴകിയതല്ലാത്തതുമായ വസ്ത്രങ്ങൾ നൽകുന്നതും വളരെ നല്ലതാണ്. വസ്ത്രദാനം എന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്. വസ്ത്രദാനം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അന്തസ്സ് വർദ്ധിക്കുന്നതാണ്. കൂടാതെ മറ്റുള്ളവരുടെ ദാരിദ്ര്യം നിങ്ങൾ ഇല്ലാതാക്കുമ്പോൾ ലക്ഷ്മി ദേവിയിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങളെ തേടി വരുന്നതുമാണ്. വസ്ത്രദാനത്തിലൂടെ നിങ്ങൾ ദാനം ചെയ്തതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരുന്നതാണ്. പുതിയ വസ്ത്രങ്ങൾ, കൂടാതെ പുതപ്പുകൾ, ബെഡ്ഷീറ്റുകൾ, ചൂടുള്ള വസ്ത്രങ്ങൾ അതായത് കമ്പിളി പോലെയുള്ള വസ്ത്രങ്ങൾ, പരമ്പരാഗത വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമതായി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്കോ പണം സംഭാവന ചെയ്യുന്നതും വളരെ നല്ല കാര്യമാണ്. മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹം വളരെ കൂടുതലായി വന്നു ചേരുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതാണ്. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക ക്ഷേമ സംരംഭങ്ങൾ എന്നീ കാര്യങ്ങൾക്ക് സംഭാവന ചെയ്യുന്നതാണ് ഉചിതം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുബേര ഭഗവാന്റെ പ്രീതിയും അനുഗ്രഹവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ദാനം ചെയ്യുമ്പോൾ പണമായോ അല്ലെങ്കിൽ ചെക്കുകളായോ നൽകാം. അതുപോലെ ഓൺലൈൻ സംഭാവനകൾ, കൂടാതെ ഇവന്റുകൾക്കോ സംരംഭങ്ങൾക്കോ സ്പോൺസർഷിപ്പ്, എൻവോൺമെന്റുകൾ അല്ലെങ്കിൽ സ്കോളർഷിപ്പുകൾ എന്നീ രൂപത്തിലും സംഭാവന നൽകാവുന്നതാണ്. ഇനി അടുത്തതായി, ശുദ്ധമായ പശുവിൻ നെയ്യ് നൽകുന്നത് ഒരു പുണ്യപ്രവൃത്തിയായി കണക്കാക്കപ്പെടുന്നു. ഇത്തരത്തിൽ നെയ്യ് ദാനം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് സന്തോഷവും സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കപ്പെടുന്നതാണ്. കൂടാതെ ഭാവി തലമുറകൾക്ക് ഇതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനുമുള്ള അവസരവും വന്നു ചേരുന്നതാണ്. ഇതും വീട്ടിലേക്ക് സമ്പത്തിനെ ആകർഷിക്കുന്ന പുണ്യകരമായ പ്രവൃത്തിയാണ്. ഇനി ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങൾക്ക് ഈശ്വരന്റെ അനുഗ്രഹം നേടാനും കുടുംബത്തിൽ സമ്പത്ത് വർദ്ധിക്കുവാനും ദാനം ചെയ്യുമ്പോൾ സ്വമനസാലെ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. നല്ല ഉദ്ദേശത്തോടെയും നിസ്വാർത്ഥ മനോഭാവത്തോടെയും ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫലങ്ങൾ വന്നു ചേരുന്നത്. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ പ്രശസ്തമായ ചാരിറ്റബിൾ ഓർഗനൈസേഷനുകളോ അല്ലെങ്കിൽ വ്യക്തികളെയോ തിരഞ്ഞെടുക്കുക. ഇനി സ്വീകർത്താക്കളുടെ പ്രത്യേക ആവശ്യങ്ങളും പരിഗണിക്കേണ്ടതാണ്. ഇനി ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച് പൂർണ്ണ മനസ്സോടും സന്തോഷത്തോടും കൂടി ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ലക്ഷ്മി ദേവി നിങ്ങളിൽ പ്രസാദിക്കുകയും നിങ്ങളുടെ കുടുംബത്തിൽ സകലവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതുമാണ്. മാത്രമല്ല, പുണ്യ ദിവസങ്ങളിൽ ഈ പറഞ്ഞ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ കുബേരനോളം സമ്പത്തും വന്നു ചേരുന്നതാണ്. മാത്രമല്ല, ഉള്ള ധനം കയ്യിൽ നിലനിൽക്കുന്നതുമാണ്. അതുകൊണ്ട് പുണ്യ ദിവസങ്ങൾ വരുമ്പോൾ ക്ഷേത്ര ദർശനങ്ങളും ആഘോഷങ്ങളും നടത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ദാനധർമ്മങ്ങൾ കൂടി ചെയ്യുവാൻ ആരും മറന്നു പോകരുത്.
എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.